ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 5 in 1 ടോട്ട് കേക്ക്, ചോക്ലേറ്റ് ഡ്രീം കേക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മിനി ആയിട്ടാണ് സെറ്റ് ചെയ്തത്. പക്ഷെ ഇതിൽ ഞാൻ കാണിക്കുന്നതെല്ലാം 1 kg കേക്കിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനുശേഷം ഞാനത് കഴിക്കുന്ന രീതിയും കാണിച്ചു തരാം. ഈ കേക്കിൻ്റെ ബേസായിട്ട് വരുന്നത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം അത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാവണം. പിന്നെ ഈ ബൗളിൽ വെള്ളമൊന്നും പാടില്ല. പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വാനില എസൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ടൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് പോയി കിട്ടും. പിന്നെ വേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അത് കുറച്ചായിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. മൊത്തത്തിലിട്ട് ബീറ്റ് ചെയ്താൽ കുറേ സമയം എടുക്കും ബീറ്റ് വരാൻ. അതുകൊണ്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതേപോലെ നല്ലോണം ബീറ്റാക്കി എടുക്കുക. അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറും. മുട്ടൻ്റെ കളറൊക്കെ മാറിയിട്ടൊരു പെയിൽ യെല്ലോ ഒക്കെ ആയിട്ട് വരും. ആ ഒരു നേരം വരെ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആദ്യം ലോലിടുക, പിന്നെ ഇങ്ങനെ ഹൈ ആക്കിയിട്ട് അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. വിസ്കൊണ്ടും ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതേപോലെ അയക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കി എടുക്കാം. ഞാൻ ഈ ഒരു 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിൽ ആദ്യം 1 സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. പിന്നെ ബാക്കി ആ ഒരു മെഷറിംഗ് കപ്പ് കംപ്ലീറ്റ് ആയിട്ട് മൈദപ്പൊടി വെച്ചിട്ട് ഫില്ലാക്കി കൊടുക്കുക. ഇങ്ങനെ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ കേക്ക് നല്ലോണം ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അങ്ങനെ ഇത് മൊത്തത്തിൽ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇത്രയും കട്ടകളുണ്ടേനു. പിന്നെ ഈ പൊടി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടൻ്റെ ആ മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സാക്കി എടുക്കാൻ. ഓവറായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കാൻ പാടില്ല. പിന്നെ ഈ കേക്കിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചാണ്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ബബിൾസ് ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് അത് നമ്മൾ കേക്കിൻ്റെ ബാറ്റർക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ടിന്നിൽ വെച്ചിട്ടാണ് ഞാനത് ബേക്കാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ ഇതിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് കൊക്കോ പൗഡർ. ഇതിന് പകരമായിട്ട് നമുക്കൊരു ബേക്കിംഗ് പേപ്പർ വെച്ചാലും മതി. ഞാനിങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിതിൽ പറയുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് 1 kg ടോട്ട് കേക്ക് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. അങ്ങനെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിലെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബേക്ക് ചെയ്തെടുക്കുന്ന സെറ്റപ്പ്. ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു തട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലായിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ടിൻ വെക്കുന്നത്. ഈ പാത്രം ഞാൻ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ടുണ്ടേനെ, ഒരു 2-3 മിനിറ്റ് മാത്രം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. അപ്പം ഒരു ഫോർക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കിയിട്ട് അതിൽ ഈ മാവ് പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടില്ല. എന്നാൽ ഫോർക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ ബേക്ക് ആയിക്കുന്നതെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ കേക്ക് ബേക്കായി കഴിഞ്ഞപ്പം ഞാനതിങ്ങനെ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചാണ്. പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഈ ഒരു ടോട്ട് കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിൽ യൂസ് ചെയ്യുന്നതെല്ലാം പ്രീമിയം ചോക്ലേറ്റ്സ് ആണ്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ്. നമുക്കിപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ 2M കോക്കോൻ്റെതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു സ്ലാബ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിങ്ങനെ പീസാക്കിയിട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചേന്. പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വേണം, ഒരു ചോക്ലേറ്റ് മൂസ് പോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്, പിന്നെ ചോക്ലേറ്റ് മൂസാണ് ഇട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവും. ക്രീം നമ്മൾ സാധാരണ കേക്കിലേക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ സ്റ്റിഫായിട്ട് വേണ്ട കേട്ടോ. ഒരു സോഫ്റ്റ് പീക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ചെയ്താൽ മതി. പിന്നെ ഇതിൽ ജലാറ്റിൻ ചേർക്കുന്നതൊക്കെ കാണലുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു വിപ്പിംഗ് ക്രീം വരുമ്പോൾ തന്നെ ക്രീം നല്ലപോലെ സ്റ്റേബിളായിട്ട് നിൽക്കും. ആ ഒരു ലെയർ നല്ല സ്റ്റേബിളായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ഒരു 2-3 സ്പൂണ് ഇതിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു നേരെ ചൂടോടെ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജലാറ്റിൻ ചേർക്കാം കേട്ടോ, ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യണില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ്. ഇതേപോലെ ഇങ്ങനെ ബീറ്റാക്കി റെഡിയാക്കി വെച്ചേക്കുന്നത്. കുറച്ചൊരു കട്ടി തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ആയിട്ടുള്ളത്. ഇനി ഇത് പുറത്താണ് ഞാൻ വെക്കുന്നത്, അപ്പോൾ ഒന്ന് ഇത്തിരി മെൽറ്റായിട്ട് വന്നോളും.
പിന്നെ ഇതിലേക്ക് നമ്മളെ തേർഡ് ലെയറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട്സ് വേണം. ഈ ആൽമണ്ട്സിന് പകരമായിട്ട് നമുക്ക് ഹേസൽനട്ടോ അങ്ങനെ ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് എന്തായാലും ചേർക്കുക, നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേക്കിന്. ഇതില്ലാതെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു നട്ട്സ് ചേർക്കുമ്പോഴാണ് കേട്ടോ. വേണമെങ്കിൽ കാഷ്യൂ നട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ ചെറുതായിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഈ ബാക്കി വന്നിട്ടുള്ള മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പോളം. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ചിലപ്പം ചോക്ലേറ്റ് ഇങ്ങനെ കട്ട കെട്ടിയ പോലെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്നും കൂടെ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ അത് നല്ല പോലെ ഇങ്ങനെ മെൽറ്റായിട്ട് വരും കേട്ടോ. കുറച്ച് സമയം വെച്ചിട്ട് അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുക, ഒരു ഇത്തിരി കട്ടിയായിട്ട് വന്നോട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബട്ടർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരിക. ശരിക്ക് ആ ഒരു ഒറിജിനൽ ഹണി കേക്കിന് പ്രൈസ് വരുന്നത് 1500 1 kg കേട്ടോ. ആ ഒരു ടോട്ട് കേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രീ ബുക്ക് ചെയ്യൊക്കെ വേണം കേട്ടോ. അങ്ങനെയാണ് ഒരു ഓർഡർ എടുക്കുന്നത്. പിന്നെ ഞാൻ ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവർ 1100-നും 800-ന് ഹാഫ് kg ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ പ്രൈസ് ഇടാൻ. പിന്നെ ഞാൻ ആ ഒരു ചോപ്പ് ചെയ്ത് വെച്ച ആൽമണ്ട്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്കായിട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി. പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ ടോട്ട് കേക്കിൻ്റെ ആ ഒരു പാത്രം. അതിൻ്റെ ലിഡാണിത്. ഞാനിത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതേനു. വലുത് വരുമെന്ന് വിചാരിച്ച്, ഒരു ഹാഫ് kgൻ്റെതെങ്കിലും വരുമെന്ന് വിചാരിച്ച്. പക്ഷേ ഇല്ല കേട്ടോ, ചെറുതാണ് കിട്ടിയത്. ഒരു മിനി ടോട്ട് കേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്രേ ഉള്ളൂ, കുഞ്ഞാണ് കണ്ടാൽ. അപ്പം ഞാൻ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ വേറെ പാത്രമൊക്കെ വാങ്ങി വരുമ്പോഴത്തേനും ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് വെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലും ചോക്ലേറ്റ് സിറപ്പും കൂടെ ഉള്ളൊരു ഇതുണ്ടാക്കിയെടുത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് 1 kg കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനതിൽ നിന്നിപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മൾ ആ ഒരു മൂസ് ലെയർ ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടെ ബീറ്റ് ചെയ്തിട്ടുള്ളത്, അത് ഇതിൽക്കായിട്ട് രണ്ടാമത്തെ ലെയറായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ ആൽമണ്ട്സ് ഇട്ടിട്ടുള്ള ആ ഒരു ലെയറാണ് ഇതിൻ്റെ തേർഡ് ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നത്. അത് ഞാൻ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തതിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ. പിന്നെ ഇനി ഇതിൻ്റെ 4th ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമ്മൾ ഡയറി മിൽക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. അതേപോലെ ഞാൻ പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആ ചോക്ലേറ്റ് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ ആ ഒരു ലെയറിൻ്റെ 4th ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സമയമൊക്കെ ഞാനിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ ഈ പാത്രം വെക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റ് ഇതിൻ്റെ മേലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ലെയർ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതങ്ങനെ അധികം തിക്കാക്കണ്ട, ഒരു തിൻ ലെയറായിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി. കാരണം ഇത് കട്ടിയായി വരുമ്പം നമ്മളത് ബ്രേക്ക് ചെയ്യാൻ കഷ്ടപ്പെടും കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് വേണമല്ലോ എടുക്കാൻ. അപ്പോൾ കുറച്ചൊരു തിൻ ലെയറായിട്ട് ചെയ്താൽ മതി. കണ്ടില്ലേ, എല്ലാ ഭാഗത്തേക്കും ഞാനിങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തേണ്. പിന്നെ ഈ ടിന്ന് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിന് 80 rupees എന്തോ ആണ് വരുന്നത് തോന്നുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ബേക്കിംഗ് ആക്സസറീസ് കിട്ടുന്ന ഷോപ്പൊന്നും ഇല്ല. അതാണ് പിന്നെ ഞാൻ ഇനി ടൈം വേസ്റ്റ് ആക്കാതെ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ ഈ ലെയർ പെട്ടെന്ന് തന്നെ സെറ്റായി വരും കേട്ടോ. ചോക്ലേറ്റ് ഇത് തണുത്തതാണല്ലോ അടിയത്തത്. അപ്പം അതിൻ്റെ മേലെ കഴിക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് നല്ല പോലെ സെറ്റാവും. എന്നിട്ട് ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ട് അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ 5th ലെയറും സെറ്റായി. ഇതാണ് 5-in-1 ടോട്ട് കേക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്ക് ഒരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് സ്കിപ്പാക്കാതെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ഇത് കഴിക്കേണ്ടത് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ. ആ ഒരു ഫസ്റ്റത്തെ ലെയർ ഉണ്ടല്ലോ, ഫസ്റ്റത്തെ അല്ല രണ്ടാമത്തെ ലെയർ ഉണ്ട്, ചോക്ലേറ്റ് ആണത്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ എങ്ങനെയെന്ന് ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. ഞാൻ കഴിക്കാൻ പോവാണ്. കണ്ടിട്ട് തന്നെ ഭയങ്കര രസം തോന്നുന്നുണ്ട്, ഫുള്ള് ചോക്ലേറ്റ് ആയിട്ട്.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്ക് ഫുള്ള് ചോക്ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു ചോക്ലേറ്റിന്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, അത്രയും രസമുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടാവും. അപ്പൊ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്